വിഷുപ്പുലരിയിൽ കാർഷിക സമൃദ്ധിയുടെ കരുതലൊരുക്കി നീലേശ്വരം കടിഞ്ഞമൂലയിലെ പ്രാദേശിക കാർഷിക ശാസ്ത്രജ്ഞൻ PV ദിവാകരൻ തന്റെ ജീവനം നീലേശ്വരം പദ്ധതിയിലൂടെ കോട്ടപ്പുറത്തെ ക്ഷേത്രത്തിലേക്കും പള്ളിയിലേക്കുമായി 1500ഓളം വൃക്ഷത്തൈകളാണ് ഇദ്ദേഹം കൈമാറിയത്. This news sponsored by Shobhika Weddings, Big Mall, Kanjangad, Kozhikode, Koilandi and Kutyadi. പ്രാദേശിക കാർഷിക ശാസ്ത്രജ്ഞനായ നീലേശ്വരം കടിഞ്ഞമൂലയിലെ PV ദിവാകരൻ വേറിട്ട പരിസ്ഥിതി സൗഹൃദ വിഷു കൈനീട്ടമാണ് ഇത്തവണ ഒരുക്കിയത്. വിഷുദിനത്തിൽ ആരാധനാലയങ്ങളിലെത്തുന്ന വിശ്വാസികൾക്ക് സമ്മാനിക്കാനായി മുൻകൂട്ടി തന്നെ തൈകൾ എത്തിച്ചു നൽകുകയായിരുന്നു ഇദ്ദേഹം. കോട്ടപ്പുറം ശ്രീ വൈകുണ്ഠ ക്ഷേത്രം, കോട്ടപ്പുറം ജമായത്ത് പള്ളി എന്നിവയ്ക്ക് കീഴിലെ 1500ഓളം വരുന്ന കുടുംബങ്ങളിൽ വൃക്ഷത്തൈകൾ എത്തിക്കുവാനുള്ള ശ്രമമാണ് ഈ വേറിട്ട പ്രവർത്തനത്തിന് പിന്നിൽ. വൃക്ഷത്തൈകളും ഫലവൃക്ഷത്തൈകളും വൃക്ഷപ്രസാദം എന്ന നിലയിൽ വിഷു കൈനീട്ടം നൽകാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിത് കൊടുക്കുന്നത്. അങ്ങനെ എല്ലാ വർഷവും ഈ പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് എൻ്റെ ജീവനം നീലേശ്വരത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാനിത് എല്ലാ വർഷവും നൽകി വരുന്നത്. കോട്ടപ്പുറം വൈകുണ്ഠ ക്ഷേത്ര സന്നിധിയിൽ നടന്ന ചടങ്ങിൽ ക്ഷേത്രം പ്രസിഡന്റ് മലപ്പിൽ സുകുമാരൻ, ജമായത്ത് സെക്രട്ടറി EM കുട്ടിഹാജി എന്നിവർ ചേർന്ന് വൃക്ഷത്തൈകൾ ഏറ്റുവാങ്ങി. വൃക്ഷത്തൈ നട്ടു വളർത്തുന്നതിനാവശ്യമായ തൈകൾ കടിഞ്ഞമൂലയിൽ നമ്മുടെ ദിവാകരൻ രണ്ട് അമ്പലങ്ങൾക്കും തരികയും ജൂൺ 1-ാം തീയതി രാവിലെ തന്നെ അത് കൈനീട്ടം എന്നുള്ള നിലയിൽ, പ്രസാദം എന്നുള്ള നിലയിൽ ക്ഷേത്രത്തിൽ വെച്ച് വിതരണം ചെയ്യുന്നതായിരിക്കും. അതിനു വേണ്ടിയിട്ടാണ് ഇത്. അദ്ദേഹം എല്ലാ വർഷത്തും ജനങ്ങളുടെ ഇടയിലും അതുപോലെ തന്നെ സമൂഹത്തിൻ്റെ ഇടയിലും വൃക്ഷത്തൈ നടുവാൻ നൂറുകണക്കിന് വൃക്ഷത്തൈകൾ സപ്ലൈ ചെയ്യുകയും അതുപോലെ തന്നെ വീടുകളിൽ എത്തിക്കുകയും ചെയ്ത് നിർത്തുന്ന ഈ പ്രവർത്തനം ഈ വർഷവും ഇന്നിവിടെ വെച്ച് നടത്തുകയാണ്. ജമാഅത്തിൻ്റെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ജമാഅത്തിനും ഇത്തരം വൃക്ഷത്തൈകളൊക്കെ തന്ന് ഓരോ വീടുകളിലും എത്തിച്ച് ഈ സംരംഭം വളരെ സമ്പുഷ്ടമാക്കിയിട്ടുണ്ട്. ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളായ A. രാജു, PP കൃഷ്ണൻ, VK കുഞ്ഞിരാമൻ, M. ദാമോദരൻ, KM രാജൻ എന്നിവരും ലയൺസ് ക്ലബ്ബ് ഭാരവാഹികളായ V. കുഞ്ഞിക്കണ്ണൻ, ബാബു കരിങ്ങാട്ട് തുടങ്ങിയവരും സംബന്ധിച്ചു. മുൻവർഷങ്ങളിലും വിവിധ ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ച് ദിവാകരൻ വൃക്ഷത്തൈകൾ വിതരണം ചെയ്തിരുന്നു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.